ദീപക്, യഥാർത്ഥത്തിൽ ലീഗിൻ്റെ നിലപാടിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞു. കാരണം ആദ്യം മുതലേ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ പി വി അൻവറിന് ഒരു കവചം തീർത്തിരുന്നു. എന്നാൽ ആ കവചമൊക്കെ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എസ് കെ, ഇതിൽ സർക്കാരിനെതിരെ ഇടതുമുന്നണിയുടെ MLA ആയി യുദ്ധപ്രഖ്യാപനം നടത്തുന്ന വേളയിൽ പോലും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ഇദ്ദേഹം സംസാരിച്ചിരുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവുമായും സറണ്ടർ ചെയ്തുകൊണ്ട്, കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വല്ലാത്ത ആക്രമണങ്ങൾ നേരത്തെ നടത്തിയതാണ്. സറണ്ടർ ചെയ്തുകൊണ്ടുള്ള മുന്നോട്ട് പോകലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ വീണ്ടും പി വി അൻവർ തലവേദനയാകുന്നു. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് ലീഗ് നേതാക്കളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നേരത്തെ പി വി അൻവറിനെ UDF എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്താക്കേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭാഷണം നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ സതീശൻ എടുത്ത നിലപാടാണ് ശരി, അതുകൊണ്ട് കൂടുതൽ സമ്മർദ്ദത്തിനോ കൂടുതൽ ഇടപെടലിനോ ലീഗ് ഇല്ല എന്ന് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. ഇതിൽ KC വേണുഗോപാൽ മുതിർന്ന നേതാക്കളുമായി എല്ലാം സംസാരിച്ചു. 2-ാം തീയതി KC വേണുഗോപാൽ നിലമ്പൂരിലേക്ക് എത്തും. അതിനു മുൻപ് തന്നെ കളം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നിർദ്ദേശം. അതായത് വ്യക്തത വരുത്തുക. പി വി അൻവറിനെ UDF എടുക്കില്ല. മാത്രവുമല്ല, നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് CPM വിമതരുടെ വോട്ടും അതുപോലെ ആര്യാടനെതിരെ വരാവുന്ന നെഗറ്റീവ് വോട്ടും, അങ്ങനെ ഒരു 3000 വോട്ടിലേറെ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒറ്റക്കൊരു മത്സരം നടക്കുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് UDFും കോൺഗ്രസ് നേതാക്കളും. കാരണം അതൊരിക്കലും ആര്യാടൻ ഷൗക്കത്തിന് തിരിച്ചടിയാകില്ല. അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരായ വിരുദ്ധ വോട്ടുകൾ അത് LDF ക്യാമ്പിലേക്ക് പോകും, LDFിൻ്റെ ജയസാധ്യത കൂടും എന്നുള്ള വിലയിരുത്തലും അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് VD സതീശനും അതുപോലെ തന്നെ സണ്ണി ജോസഫും നടത്തിയത്. അതിന് കോൺഗ്രസിലും UDFിലും അംഗീകാരം കിട്ടി. അങ്ങനെ ധാരണയായിരിക്കുന്നത് ഇപ്പോൾ UDF പി വി അൻവറിനെ എടുക്കേണ്ടതില്ല എന്നുള്ളത് മാത്രമാണ്. എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് കർമ്മൺ. എന്തായാലും പി വി അൻവറിന് തൽക്കാലം UDF ക്ഷണമില്ല. ആ വാതിൽ UDF കുട്ടിയടച്ചു എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസാണ് ദീപക് കർമ്മൺ നൽകിയത്.